നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ വേൾഡ് കപ്പിൽ മിന്നിക്കത്താൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു പിടി യുവതാരങ്ങളുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ 2026 വേൾഡ് കപ്പിൽ ടീനേജേഴ്സായിട്ട് പൊളിച്ചെടുക്കാൻ സാധ്യതയുള്ള 10 താരങ്ങളുടെ ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഒന്നെന്താ സംശയം? ലാമിനെ യമാൽ, സ്പെയിനിൻ്റെ സൂപ്പർ താരം. ചെറിയ പ്രായമാണ് അവന്, പക്ഷേ സ്പെയിനിൻ്റെ എല്ലാം ഇന്ന് ലാമിനെ യമാലാണ്. ബാഴ്സക്ക് അങ്ങനെയാണ്. അതുപോലെ തന്നെ സ്പെയിനിലും അവൻ മികച്ച പ്രകടനം നടത്തുന്നു. 16 വയസ്സിൽ അവൻ സ്പാനിഷ് ടീമിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ 2 വർഷങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും അവൻ തൻ്റെ മികവ് അതുപോലെ തന്നെ തുടരുന്നുണ്ട്. വേൾഡ് കപ്പ് സ്ക്വാഡിൽ പരിക്കുകളില്ലെങ്കിൽ ലാമിനെ യമാൽ ഉണ്ടാകും. സ്പെയിനിൻ്റെ സുപ്രധാന താരമായി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഒരു പക്ഷേ ഈ വേൾഡ് കപ്പ് അവൻ്റേതാവാം. ഒപ്പം തന്നെ പറയേണ്ട ഒരു പേരാണ് സ്പെയിനിൻ്റെ മറ്റൊരു താരം, ബാഴ്സയുടെ മറ്റൊരു താരം പാവ് കുബാർസി. യമാൽ സ്പെയിനിൻ്റെ മുന്നേറ്റത്തിലാണ് അവൻ്റെ റോള് ഭംഗിയാക്കാൻ പോകുന്നതെങ്കിൽ ഡിഫൻസിൽ അവരുടെ റോള് ഭംഗിയാക്കാൻ പാവ് കുബാർസി. സോ കുബാർസിയിൽ വലിയ പ്രതീക്ഷ ബാഴ്സക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്പെയിനുമുണ്ട്. ഡിലാഫ്യൂൻ്റെ അദ്ദേഹത്തിന് അവസരം കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. 19 വയസ്സുള്ള താരം ഈ വേൾഡ് കപ്പിൽ മിന്നിക്കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം എസ്റ്റവായോ വില്യൻ, ബ്രസീലിൻ്റെ യുവതാരം, ചെൽസിയുടെ യുവതാരം. ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ മുക്തനായിട്ട് അവൻ തിരികെ വരുന്നു. ഇപ്പോൾ പരിക്കില്ലെങ്കിൽ ബ്രസീൽ ടീമിൽ സ്ഥാനം ഉറപ്പ്, സ്റ്റാർട്ടിംഗ് 11 സ്ഥാനം ഉറപ്പ്. അതാണ് എസ്റ്റവായോ. നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ പിന്നെ അതുപോലൊരു മാജിക്കൽ പെർഫോമൻസ് നടത്താൻ കപ്പാസിറ്റി ഉള്ളൊരു കളിക്കാരനെ തപ്പുന്നുണ്ടെങ്കിൽ ഇന്ന് ബ്രസീലിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എസ്റ്റവായോ വില്യൻ തന്നെയാണ്. പിന്നെ കെൻറി പൈസ്, ഇക്വഡോറിൻ്റെ സൂപ്പർ താരം, സൗത്ത് അമേരിക്കയിൽ നിന്ന് വലിയ ഓളത്തോടു കൂടി വന്നിട്ടുള്ള യുവതാരമാണ്. സോ അവൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തവണ വേൾഡ് കപ്പിൽ ഒരു മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇബ്രാഹിം എംബായെ, സെനഗലിൻ്റെ യുവതാരം. സെനഗലിൽ ഒരുപാട് സൂപ്പർ താരങ്ങളുണ്ട്, പക്ഷേ യുവതാരങ്ങളും അതുപോലെ തന്നെ വളർന്നു വരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇബ്രാഹിം എംബായയുടെ വേൾഡ് കപ്പിലെ പെർഫോമൻസ് പല വമ്പൻ ക്ലബ്ബുകളും ഉറ്റുനോക്കുന്നുമുണ്ട്. എന്തും സംഭവിക്കാവുന്നതേ ഉള്ളൂ. ഗിൽബർട്ടോ മോഡ, മെക്സിക്കോയുടെ യുവ സൂപ്പർ താരം. കോഹോസ്റ്റുമാരായിട്ടുള്ള മെക്സിക്കോക്ക് ഇത്തവണ വലിയ പ്രതീക്ഷയുണ്ട്, ഒപ്പം സമ്മർദ്ദവുമുണ്ട്. വേൾഡ് കപ്പിൽ അവർ മുന്നോട്ടേക്ക് വെക്കുന്ന ഏറ്റവും വലിയ വജ്രായുധങ്ങളിലൊന്ന് ഗിൽബർട്ടോ മോഡ എന്ന ടീനേജ് താരം തന്നെയാണ്. പിന്നെ ലൂക്ക വുസ്കോവിച്ച്, ക്രൊയേഷ്യൻ താരം. ക്രൊയേഷ്യയുടെ 40-കാരൻ ലുക്ക മോഡ്രിച്ചിൻ്റെ ഒരു പക്ഷേ അവസാന വേൾഡ് കപ്പായിരിക്കും. ലൂക്ക വുസ്കോവിച്ചിൻ്റെ ആദ്യ വേൾഡ് കപ്പുമാവാം. അകരെ അവൻ പൊളിച്ചെടുക്കുകയാണെങ്കിൽ ദീർഘകാലത്തേക്ക് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു ടാലൻ്റാണ്. ഒരു സംശയവും വേണ്ട, ലൂക്ക വുസ്കോവിച്ചിൻ്റെ മികവ് വെച്ചിട്ട് മോസ്റ്റ് എക്സൈറ്റിംഗ് ടാലൻറ്റ് യൂറോപ്പിൽ ഇപ്പോൾ ഉള്ളവരിൽ ഒരാൾ ലൂക്ക വുസ്കോവിച്ച് തന്നെയാണ്. പിന്നെ ലെനറ്റ് കാൾ, അധികം പറഞ്ഞ് വിശദീകരിക്കണ്ടല്ലോ, ജർമ്മനിയുടെ യുവ സൂപ്പർ താരം. അവൻ ബയൺ മ്യൂണിക്കിന് വേണ്ടി കിട്ടുന്ന അവസരങ്ങളിൽ നടത്തുന്ന മികവ് നമ്മൾ കാണുന്നുണ്ടല്ലോ. സോ ലെനറ്റ് കാളിൻ്റെ വേൾഡ് കപ്പായി ഇത് മാറുമോ? പിന്നെ റോഡ്രിഗോ മോറ, പോർച്ചുഗലിലും ഉണ്ട് അതുപോലെ ഒരു യുവ സെൻസേഷൻ. വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. പോർച്ചുഗൽ സ്ക്വാഡിൽ യുവേഫ നേഷൻസ് ലീഗിലുണ്ടായിരുന്നു 2025. ഏതായാലും അവനെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് കപ്പ് വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നെതാൻ ഡി കാറ്റ്, ബെൽജിയത്തിൻ്റെ സൂപ്പർ താരം, സൂപ്പർ യുവതാരം. കാരണം ഒരു പിടി വമ്പൻ താരങ്ങൾ അവർക്കുണ്ട്, സീനിയർ താരങ്ങൾ. ആ കൂട്ടത്തിലേക്കാണ് ഡി കാറ്റിൻ്റെ വരവ്. കഴിഞ്ഞ നവംബറിൽ നെതാൻ ഡി കാറ്റ് അണ്ടർ-17 വേൾഡ് കപ്പിൽ ഖത്തറിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മിഡ്ഫീൽഡർ ജീനിയസ് എന്ന രൂപത്തിൽ എല്ലാവരും പരിഗണിക്കുന്ന കളിക്കാരനാണ്. തീർച്ചയായിട്ടും അവനെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് കപ്പ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയേക്കും. സോ ഇത്തരത്തിലുള്ള യുവതാരങ്ങളുടെ ഒരു വേൾഡ് കപ്പ് കൂടിയാണിത്. ഇവിടെ വരവറിയിക്കാൻ ഇരിക്കുന്നവരുണ്ട്. ഓൾറെഡി ഈ ചെറിയ പ്രായത്തിൽ ലോക ഫുട്ബോളിൽ തങ്ങളുടെ മാർക്ക് പതിപ്പിച്ച ലാമിനെ യമാൽ, അതുപോലെ തന്നെ എസ്റ്റവായോ വില്യൻ, ലെനറ്റ് കാൾ തുടങ്ങിയവരൊക്കെ ഉണ്ട്. ഇവരിൽ ആരായിരിക്കും ഇത്തവണ വിസ്മയിപ്പിക്കുന്ന പ്രകടനം നടത്തി ഏറ്റവും മികച്ച യുവതാരമായിട്ട് മാറുക, ആ ഒരു ആദരം ഏറ്റുവാങ്ങുക? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.